ഹായ് ഓൾ. ഇന്ന് നമ്മൾ സൈക്കോളജിയിൽ നോക്കാൻ പോകുന്നത് ബുദ്ധിയെക്കുറിച്ചാണ്. ബുദ്ധിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളെക്കുറിച്ച്. അതായത് നമ്മുടെ ബുദ്ധി എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് പല സിദ്ധാന്തങ്ങളും വന്നിട്ടുണ്ട്. ഈ സിദ്ധാന്തങ്ങൾ പ്രധാനമായിട്ടും ശ്രമിച്ചത് ബുദ്ധിയുടെ ഘടന പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബുദ്ധിയെക്കുറിച്ച് ഉണ്ടായ സിദ്ധാന്തങ്ങൾ ബുദ്ധി ഘടനയെക്കുറിച്ച് വിശദീകരിക്കുന്നു. നമ്മുടെ ബുദ്ധി എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, ബുദ്ധിയുടെ ഘടന എന്താണ് എന്ന് പരിശോധിക്കാനാണ് ബുദ്ധിയെക്കുറിച്ച് വന്നിട്ടുള്ള സിദ്ധാന്തങ്ങൾ എല്ലാം ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ഏതാനും ചില സിദ്ധാന്തങ്ങൾ നമുക്ക് നോക്കാം. ഏക ഘടക സിദ്ധാന്തം ബുദ്ധിയെക്കുറിച്ച് വന്ന ഒരു സിദ്ധാന്തമാണ്. ആദ്യകാലത്ത് വന്ന ഒരു സിദ്ധാന്തമാണ് ഏക ഘടക സിദ്ധാന്തം, യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി. ഈ സിദ്ധാന്തം എന്താ പറയുന്നത് അറിയോ? പേര് തന്നെ ഉണ്ട്, ഏക ഘടക സിദ്ധാന്തം. ബുദ്ധിയെക്കുറിച്ച് പറയുമ്പം ബുദ്ധിക്ക് അടിസ്ഥാനമായിട്ട് ഒരൊറ്റ ഘടകം മാത്രമേ ഉള്ളൂ. അപ്പൊ ബുദ്ധി എന്ന് പറയുന്ന പ്രതിഭാസത്തിന് ബേസിക് ആയിട്ട് ഒരു ഒറ്റ ഘടകം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് ഏക ഘടക സിദ്ധാന്തം. അപ്പോ ബുദ്ധി സിദ്ധാന്തങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്? ബുദ്ധിയുടെ ഘടന പരിശോധിക്കാൻ. എങ്ങനെയാണ് ബുദ്ധി, അതിന്റെ സ്ട്രക്ചർ എന്താണ്. ഏകഘടക സിദ്ധാന്തം അല്ലെങ്കിൽ യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി നമ്മളോട് പറയുന്നു ബുദ്ധിക്ക് ഒരൊറ്റ ഘടകം മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ വന്നൊരു തിയറി ഉണ്ട്, ദ്വിഘടക സിദ്ധാന്തം, ടു ഫാക്ടർ തിയറി. ഫാക്ടർ ഘടകം, ടു ഫാക്ടർ തിയറി, ദ്വിഘടക സിദ്ധാന്തം. ഇത് കൊണ്ടുവന്നത് ചാൾസ് സ്പിയർമാൻ ആണ്. അപ്പൊ ദ്വിഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ് ചോദിക്കും. ചാൾസ് സ്പിയർമാൻ ആണ്. ബഹുഘടക സിദ്ധാന്തം, മൾട്ടി ഫാക്ടർ തിയറി. ബഹുഘടക സിദ്ധാന്തം, മൾട്ടി ഫാക്ടർ തിയറി ആരാണ് ആവിഷ്കരിച്ചത്? തോണ്ടൈക്ക്. അപ്പൊ ബുദ്ധിയുടെ ഘടന വിശദീകരിക്കാൻ വേണ്ടി തോണ്ടൈക്ക് ആവിഷ്കരിച്ചിട്ടുള്ള സിദ്ധാന്തമാണ് ബഹുഘടക സിദ്ധാന്തം, മൾട്ടി ഫാക്ടർ തിയറി. അപ്പോൾ സംഘഘടക സിദ്ധാന്തമോ? ഗ്രൂപ്പ് ഫാക്ടർ തിയറി. സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആവിഷ്കരിച്ചത് ആരാണ്? ടൈസ്റ്റൺ. സംഘം, ഗ്രൂപ്പ്, ഘടകം, ഫാക്ടർ. സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി ടൈസ്റ്റൺ ആണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ത്രിമുഖ സിദ്ധാന്തം, ത്രീ ഫേസസ് തിയറി. ത്രിമുഖം, ത്രീ ഫേസസ് തിയറി ആരാണ്? ഗിൽഫോർഡ് ആവിഷ്കരിച്ചു. അപ്പൊ ഇതൊക്കെ എന്താണ്? ബുദ്ധിയെക്കുറിച്ച് നിലവിൽ വന്നിട്ടുള്ള സിദ്ധാന്തങ്ങളാണ്. ബുദ്ധിയെക്കുറിച്ച് നിലവിൽ വന്ന ഈ സിദ്ധാന്തങ്ങളൊക്കെ എന്തിനാണ് ശ്രമിച്ചത്? ബുദ്ധിയുടെ ഘടനയെക്കുറിച്ച് വിശദീകരിക്കാൻ. അപ്പോൾ ഏകഘടക സിദ്ധാന്തം എന്ത് പറയുന്നു? യൂണിറ്ററി തിയറി അത് നമ്മളോട് പറയാണ് ബുദ്ധിക്ക് ഒരൊറ്റ ഘടകമേ ഉള്ളൂ. പിന്നെ വന്നു ദ്വിഘടക സിദ്ധാന്തം, ടു ഫാക്ടർ തിയറി, ചാൾസ് സ്പിയർമാൻ ആണ് കൊണ്ടുവന്നത്. ബഹുഘടക സിദ്ധാന്തം, മൾട്ടി ഫാക്ടർ തിയറി തോണ്ടൈക്ക് കൊണ്ടുവന്നപ്പോ ബുദ്ധിയെക്കുറിച്ച് സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആവിഷ്കരിച്ചത് ടൈസ്റ്റൺ ആണ്. ത്രിമുഖ സിദ്ധാന്തം, ത്രീ ഫേസസ് തിയറി എന്ന സിദ്ധാന്തം ബുദ്ധിയെക്കുറിച്ച് ആവിഷ്കരിച്ചത് ഗിൽഫോർഡ് ആണ്. കൂടുതൽ സൈക്കോളജി കാര്യങ്ങൾ പഠിച്ച് കേട്ടറ്റ് കാറ്റഗറി 1 and 2 നേടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.